हयाती इकबाल इकबालिൻ്റെ ജീവിതം इकबाल के बुजुर्ग सप्रो ब्राह्मण थे और कश्मीर इनका वतन ഇക്ബാലിൻ്റെ ആൻസിസ്റ്റേഴ്സ് സപ്രോ ബ്രാഹ്മിൺസ് ആയിരുന്നു. അവരുടെ സ്ഥലം അല്ലെങ്കിൽ അവരുടെ നാട് എന്ന് പറയുന്നത് കശ്മീർ ആയിരുന്നു. ഇൻകെ ജദി അലാനെ അവരുടെ ആൻസിസ്റ്റേഴ്സ് 18वीं सदी के आखिर या 1900 के शुरू में അതായത് 18th സെഞ്ചുറിയുടെ അവസാനത്തിലോ അല്ലെങ്കിൽ 19th സെഞ്ചുറിയുടെ ആരംഭത്തിലോ മേം ഇസ്ലാം കബൂൽ കിയ ഇസ്ലാമിനെ സ്വീകരിച്ചു. ഓർ ഇൻകാ ഖാൻദാൻ കശ്മീർ കെ सकूंत തറക് കർക്കെ സിയാൽകോട്ട് മേം ആബാദ് ഹോ ഗയ. അവരുടെ ആൻസിസ്റ്റേഴ്സ് അവരുടെ മുൻഗാമികൾ പിന്നെ കശ്മീരിൽ നിന്ന് ഉപേക്ഷിച്ച് സിയാൽകോട്ടിൽ പോയി സെറ്റിൽ ചെയ്തു. ഇക്ബാൽ കോ ഇസ് പർ നദാമത് ഥേ. ഇക്ബാലിന് അങ്ങനെ അവിടെ നിന്ന് പോയിട്ട് അങ്ങോട്ട് പോയിൽ ഒരു സങ്കടം ഉണ്ടായിരുന്നു, നദാമത്ത് ഉണ്ടായിരുന്നു, റിഗ്രറ്റ് ഉണ്ടായിരുന്നു. കെ ഇൻകാ ആബായി വാജ്ദാദ് ബദ്പർഷത്ത് ഥേ. എന്താണ് ഒരു സങ്കടം കാരണം? അവരുടെ ആൻസിസ്റ്റേഴ്സ് ഐഡൽ വർഷിപ്പേഴ്സ് ആയിരുന്നു, വിഗ്രഹാരാധകർ ആയിരുന്നു. ലേക്കിൻ അപ്നെ ബ്രാഹ്മിൺ നസ്രാദ് ഹോനെ പർ ഉനോനെ ഹമേഷെ ഫഖർ കിയ. പക്ഷെ അദ്ദേഹം ബ്രാഹ്മണായിരുന്നല്ലോ. ആ ബ്രാഹ്മണത്വത്തിനെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആൻസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നതിനെ കൊണ്ട് അദ്ദേഹം അഭിമാനിച്ചിരിക്കുകയും ചെയ്തിരുന്നു. और इस फ़ख्र का सबब ये है कि ब्राह्मण फ़लसफ़े हुकूमत में मुहावरे हासिल करते थे. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാഹ്മിൺസ് ഫിലോസഫി അതുപോലെ തന്നെ ഭരണം അല്ലെങ്കിൽ അറിവ് അങ്ങനത്തെ കാര്യത്തിലൊക്കെ എക്സ്പേർട്സ് ആയിരുന്നു. ഇഖ്ബാൽ കെ അജ്ദാദ് സപ്പറോ ബ്രാഹ്മൺ ആയിരുന്നതിനാൽ സപ്രോ ബ്രാഹ്മൺ थे और സപ്രോ കെ മാനെ ഹേ ഇൽമ ഹാസിൽ കർനെ വാലെ. സപ്രോ എന്ന് പറഞ്ഞ അർത്ഥം സപ്രോ ബ്രാഹ്മിൺസ് ആയിരുന്നല്ലോ, അപ്പോൾ സപ്രോ എന്ന് പറഞ്ഞ അർത്ഥം ഇൽമ കരസ്ഥമാക്കുന്ന ആളുകൾ എന്നാണ് അർത്ഥം. യേ ബ്രാഹ്മണോ കാ വഹ് ഖാൻദാൻ था जिसने सबसे पहले इस्लाम फ़लसफ़े व उलूम के तरफ तवज्जो किया. ഈ ബ്രാഹ്മണ കൂട്ടത്തിലുള്ള ആളുകളായിരുന്നു ഫസ്റ്റ് തന്നെ ഇസ്ലാമിൻ്റെ ഫിലോസഫിയും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അറിവുകളിലേക്ക് ശ്രദ്ധ കൊടുത്തത്. ഓക്കെ, ഇക്ബാലിൻ്റെ ജനനത്തിൻ്റെ കുറിച്ചാണ് പറയുന്നത്. ഇക്ബാൽ കെ ദാദാ ഷെയ്ഖ് മുഹമ്മദ് റഫീഖ് സിയാൽകോട്ട് കെ ഇസ് महले में आबाद थे जो आगे चलकर ഇക്ബാൽ ബാസാർ കാ നാം സെ മഷ്ഹൂർ ഹുയി. ഇക്ബാലിൻ്റെ വല്ലുപ്പിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് റഫീഖ് സിയാൽകോട്ടിലെ ഒരു സ്ഥലത്താണ് താമസിച്ചത്. ആ സ്ഥലം പിന്നീട് ഇക്ബാൽ ബാസാർ എന്ന നാമത്തിലാണ് അറിയപ്പെട്ടത്. യഹാം ഷെയ്ഖ് മുഹമ്മദ് റഫീഖ് ദോ ബേട്ടെ പൈദാ ഹുവ. അവിടെ രണ്ട് ആൺമക്കളുണ്ടായി. बेटे बड़े बेटे का नाम नूर मोहम्मद और छोटे बेटे का ഗുലാം ഖാദിർ രഖ. അപ്പം മൂത്ത മകൻ്റെ പേര് നൂർ മുഹമ്മദ് എന്നും രണ്ടാമത്തെ മകൻ്റെ പേര് ഗുലാം ഖാദിർ എന്നും വെച്ചു. നൂർ മുഹമ്മദ് കാ ഷാദി ഇമാം ബീബി നാം കെ ഏക് ഖാത്തൂൻ സെ ഹുയി. അപ്പോൾ മൂത്ത മകനായിട്ടുള്ള മോൻ്റെ വിവാഹം ഇമാം ബീബി എന്ന പേരുള്ള ഒരു ഖാത്തൂനുമായിട്ട് നടന്നു. ഇൻസെ 6 ഔലാദ് ഹുയെ. അവരിൽ 6 മക്കളുണ്ടായിരുന്നു. 3 ബേട്ടി ഓർ 3 ബേട്ടിയ. അപ്പോൾ 3 ബേട്ടെ ഓർ 3 ബേട്ടിയ, 3 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായി. ബഡേ ബേട്ടെ കാ നാം അത്ത മുഹമ്മദ് രക്ക. അത്ത മുഹമ്മദ് എന്ന് വെച്ചു. മഞ്ജുലെ ബേട്ടെ വാല വിലാദത്ത് കെ ഫൗറൻ ഹി ബാദ് ഫൗത്ത് ഹോ ഗയ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ആൾ എന്തായി, ജനനത്തോടടുപ്പിച്ച് തന്നെ മരിച്ചുപോയി. ചോട്ടെ ബേട്ടെ മുഹമ്മദ് ഇക്ബാൽ തേ. അപ്പം ഏറ്റവും ഇളയ മോന് മുഹമ്മദ് ഇക്ബാൽ ആയിരുന്നു. ഇൻകാ താരീഖ് പെയ്ദായി കെ ബാരെ മേം ഇഖ്തിലാഫ് റായേ രഹാ ഹെ ലേക്കിൻ മുഹഖിഖോं ने तलाश व जस्तजू कर के बाद ये नतीजे निकाला के 9 നവംബർ 1877. അപ്പം അദ്ദേഹത്തിൻ്റെ ജനനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് തർക്കങ്ങളുണ്ടെങ്കിലും അവർ റിസർച്ച് നടത്തി അവസാനം ഒരു
ഇതിലെത്തിച്ചേർന്നു എന്നാണ് പറയുന്നത് 1877 നവംബർ 9-ന് 3 ദുൽഖഅദ് അക്കാലഘട്ടത്തിൽ ജനിച്ചെന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ തർബിയത്ത്, അതായത് വിദ്യാഭ്യാസത്തിനെ കുറിച്ചാണ് പറയുന്നത്, പഠനത്തെക്കുറിച്ച്. ഇക്ബാൽ കെ വാലിദ് ഷെയ്ഖ് നൂർ മുഹമ്മദ് ജോ മിയാൻ ജി कहलाता थे, बहुत तालीम याफ्ते नहीं थे, लेकिन तालीम का शौक रखा था. അദ്ദേഹത്തിൻ്റെ പിതാവ് ഭയങ്കര പാണ്ഡിത്യമുള്ള അല്ലെങ്കിൽ ഭയങ്കര പഠിതാവൊന്നുമായിരുന്നില്ല, പക്ഷേ പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. अपने कोशिश और मेहनत से उन्होंने इतनी इस्तेदाद बहम पहुंचाई थे कि उर्दू फारसी किताबों का मुतला कर सके. അദ്ദേഹം പഠിച്ച് ഭയങ്കര സംഭവമൊന്നും ആയില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ എഫേർട്ട് എടുത്ത് അദ്ദേഹം എവിടം വരെ എത്തി, അദ്ദേഹത്തിന് ഉറുദു അല്ലെങ്കിൽ പേർഷ്യൻ ഇത്തരം ഭാഷകളൊക്കെ വായിക്കാനുള്ള കഴിവ് അദ്ദേഹം നേടി. ദീൻദാർ ആദ്മി ഥേ ഓർ തസവ്വുഫ് കെ തുറഫ് ഖാസ് റഹ്ജാൻ ഥേ. അദ്ദേഹം ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ദീനീബോധമുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ സൂഫിസത്തിനോട്ട് ഒരു അടുപ്പവും ഉണ്ടായിരുന്നു. മഹിയുദ്ദീൻ ഇബ്നു അറബി സെ ബഹുത്ത് മുതഅസ്സിർ ഥേ ഓർ ഇൻകെ തസാനീഫ് കാ തവജ്ജ സെ മുതാലിഅ കർത്തെ ഥേ. അദ്ദേഹത്തിന് മുഹയ്യിദ്ദീൻ ഇബ്നു അറബി അവരുമായിട്ട് അദ്ദേഹം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കിതാബുകൾ അദ്ദേഹം വായിച്ചിരുന്നു. ഇഖ്ബാലിനെ അപ്നെ വാലിദ് കെ സുഹബത്തോं से फैज़ उड़ाने का ദിക്ർ ബഹുത്ത് ഫഖർ കെ സാത്ത് കിയ ഹെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഇഖ്ബാൽ അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധം അദ്ദേഹം ഒരുപാട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. പിന്നെ ഉള്ള ഭാഗം അധികം ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതാണ്, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം വായിക്കാം. ഷെയ്ഖ് നൂർ മുഹമ്മദിനെ സൂഫിയ കി ബഹുത്ത് സുഹബത്ത് മേം ബഹുത്ത് വഖത്ത് ഗുസറ. അപ്പം നേരത്തെ നൂർ മുഹമ്മദ് സൂഫിയാക്കളുമായിട്ട് ഒരുപാട് സമയം ചിലവഴിച്ചു. ഖാദിരി സിൽസിലെ മേ ബൈഅത്ത് തേ ഓർ സുൽത്താൻ അൽ ആരിഫീൻ ഖാദി സുൽത്താൻ മുഹമ്മൂദ് മഹ്മൂദ് ബാർവാൻ ഷരീഫ്. അപ്പം ഇത് ഒരു ആളുടെ പേരാണ്. കെ മുരീദ്, അദ്ദേഹത്തിൻ്റെ ഡിവോട്ടി ആയിരുന്നു, അദ്ദേഹത്തിനോട് സെർവൻ്റ് പോലെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇക്ബാലും അതിനുശേഷം ഇക്ബാൽ ബി ബച്പൻ മേം സിൽസിലെ ഖാദിരി മേം ബൈഅത്ത് ഹോ ഗയി ഥേ. ഇക്ബാലും അതുപോലെ തന്നെ ഈ ഖാദിരിയ ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്തിട്ടുള്ള ഡിവോട്ടി ആയിട്ടുള്ള ഒരാളായിരുന്നു. അതിനുശേഷം പിന്നെ ഇക്ബാലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കവിത എന്ന് പറയുന്നത്, കാര്യമായിട്ടൊന്നുമില്ല, അത് കണ്ട് തിലാവത്തി കലാം പാക് ഇക്ബാൽ കോ ബച്പൻ സെ ഷൗക്ക് ഥാ. അതായത് ഖുർആൻ ഓതാൻ, ഖുർആന് റിസൈറ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു. ഓർ ആവാസ് ബി അച്ഛേ പായേ ഥേ. അപ്പം ശബ്ദവും നല്ലതായിരുന്നു. ഫജർ കെ നമാസ് കെ ലിയെ വാലിദ് കെ സാത്ത് മസ്ജിദ് ജാത്തെ ഥേ. അപ്പം സുബഹ് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. ഷെയ്ഖ് സാഹിബ് തോ നമാസ് കെ ബഅദ് ദേർ തക് വഹേ ഓർ ദോ വലായിഫെ മേം മുസറൂഫ് രഹേ ഥേ. അപ്പം അതിനുശേഷം എന്താണ്, അവരും കുറച്ച് ആളുകൾക്ക് ഒരു ക്ലാസ് എടുത്തു കൊടുത്തിരുന്നു, അല്ലെങ്കിൽ അവിടെ മുസറൂഫ് ചെയ്തിരുന്നു, സമയം ചെലവഴിച്ചിരുന്ന അർത്ഥം.